യേശുവേ സ്തോത്രം. അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ അവിടുന്ന് അടിയങ്ങൾക്ക് ഒരു ദിവസം കൂടെ അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമേ. അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ. അടിയന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അടിയനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പ്രകാശമായിരിക്കാൻ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു. ഉത്തരമരുളണമേ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 19:14. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഈ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ വായിലെ വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ചിന്ത ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഒരു വാക്യം നമ്മളോട് പറയുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് വരുന്നതെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നെഗറ്റീവായിരിക്കും. നമ്മുടെ ചിന്തയെ ബേസ് ചെയ്താണ് നമ്മളുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തിയും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്ത നെഗറ്റീവ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തയിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പല സിറ്റുവേഷൻസിലും, പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നെഗറ്റിവിറ്റി യൂസ് ചെയ്യാറുണ്ട്. ദേഷ്യപ്പെടും, മോശം വാക്കുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയും. അതിൽ കൂടെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ അത് നമ്മളുടെ ബുദ്ധി കുറവുകൊണ്ടാണ്. നമുക്ക് ബുദ്ധി ഉള്ളവരാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ, ബുദ്ധിപരമായി തന്നെ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ബുദ്ധി തരയണമേ. എത്ര മോശമായ സിറ്റുവേഷൻസ് ആയാലും വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുവാനും റിയാക്ട് ചെയ്യുവാനും ഉള്ള ബുദ്ധി അടിയങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.